ഹലോ, ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ അട്രാക്റ്റീവ് ആണോ? നമുക്ക് പലർക്കും ഉള്ളൊരു സംശയമാണ് നമ്മൾ അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ. എന്നാൽ ഇതിലുള്ള ഒരു 6 സൈനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ അട്രാക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ 6 സൈൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അട്രാക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ തന്നെ തുറിച്ചു നോക്കും. അതായത് പല സൈഡിൽ നിന്നും പല പല ആളുകൾ നിങ്ങളെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും കുറേ ആളുകൾ നിങ്ങളെ തന്നെ നോക്കുന്നു, നിങ്ങളുമായിട്ടൊരു ഐ കോണ്ടാക്റ്റ് അവരവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്ന സമയത്ത് അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ നടന്നു പോകുവാണ്, നിങ്ങളുടെ എതിർവശം വന്ന ആളുകൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് വരുന്നു. നിങ്ങളുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അവർ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു. ഇങ്ങനെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും എല്ലാവരും ചെറിയൊരു പുഞ്ചിരിയോടുകൂടി എപ്പോഴും നിങ്ങളെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് കുറേ ആളുകൾ നിങ്ങളെ തന്നെ നോക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട് വേറെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ അടുത്ത് ആളുകൾ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ടോ? അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും വ്യക്തികൾ, അതിപ്പോൾ നിങ്ങൾ അറിയുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ആളുകൾ നിങ്ങളെ ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിക്കണം, എന്നിട്ട് നിങ്ങളോട് കയറി മിണ്ടുന്നു, എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ഡ്രസ്സ് ഇതെവിടെ നിന്നെടുത്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച്, നിങ്ങളുടെ ഹെയർ സ്റ്റൈല്, ഇതിനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡ്രസ്സ് തയ്പ്പിച്ചതാണോ, അല്ലെങ്കിൽ ഇത് റെഡിമെയ്ഡാണോ, ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഏതെങ്കിലും വ്യക്തി വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പിന്നെ നിങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പരിചയമില്ലാത്ത വ്യക്തി വന്നിട്ട് നിങ്ങളെ പുകഴ്ത്തി പറയുകയും നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ നിങ്ങളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ രഹസ്യമൊക്കെ പറയും. അതായത് നീ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് രഹസ്യം പറയുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ ഗേൾസ് ആണെങ്കിൽ ബോയ്സിനെ കുറിച്ച് പറയാം, ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ കുറിച്ചും പറയാം. ഇങ്ങനെ ഏതെങ്കിലും കുറച്ച് വ്യക്തികൾ നിങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചൂണ്ടിക്കാണിക്കണത് അവനെ നോക്കിക്കേ അല്ലെങ്കിൽ അവളെ നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇത് കേൾക്കുകയാണ്. ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, അവരങ്ങനെ പറയുന്നത് നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവ് ആയത് കൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ ഇരുന്നിട്ട് പുസ്തകം വായിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന ആ ഒരു ലൈബ്രറിയിലേക്ക് പുറത്തു നിന്ന് ഒരു 2-3 ഫ്രണ്ട്സൊക്കെ വരികയാണ്. അവർ വന്ന് കയറുന്നത് നിങ്ങളെയാണ് കാണുന്നത്. നിങ്ങളെ കണ്ട ഉടനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു, ഒന്ന് ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്നു, നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവ് ആയത് കൊണ്ട് തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി, അതിപ്പോൾ അറിയുന്നവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ഒക്കെ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ കാണുമ്പോഴത്തേക്കും പയ്യെ രഹസ്യം പറയുകയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിട്ട് നിങ്ങളെ കാണിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത്, പരിചയം ഇല്ലാത്ത ആളുകൾ നിങ്ങളോട് വന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. അതായത്
നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ വന്നിട്ട് നിങ്ങളോട് കയറി മിണ്ടുകയും നിങ്ങളോട് നല്ല രീതിയിൽ പരിചയമുള്ള പോലെ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ വന്നിട്ട് നിങ്ങളോട് വന്ന് കയറി മിണ്ടുകയും നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവായത് കൊണ്ട് തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണ്. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന വ്യക്തി നിങ്ങളോട് നല്ല പരിചയത്തിൽ സംസാരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു വ്യക്തിനെ ഇതിനു മുമ്പ് കണ്ട് ഒരു പരിചയം പോലും ഇല്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തി നല്ല സ്നേഹത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരത്തെ പരിചയമുള്ള രീതിയിൽ സംസാരിക്കുകയും നിങ്ങളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ അയാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവായത് കൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങളോട് മിണ്ടുമ്പോൾ ആളുകൾ ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അതായത് നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ നേരത്തെ ഏതോ പരിചയമുള്ള വ്യക്തിയെ കണ്ടിട്ട് സംസാരിക്കുന്നത് പോലെയാണ് അവർക്ക് ഫീൽ ആകുന്നത്. അത്രമാത്രം കംഫർട്ടബിളായിട്ടും ഫ്രീ ആയിട്ടും അവർക്ക് സംസാരിക്കാൻ നിങ്ങളോട് പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവായത് കൊണ്ട് തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി പരിചയമുള്ളവരോ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരോ ഓടി വന്നിട്ട് നിങ്ങളോട് നല്ല ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവായത് കൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. ഇനി 6ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കമൻറ്റ് ഇടാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. കുഞ്ഞൊരു ഹേർട്ടിൻ്റെ കമൻറ്റ് ഇട്ടാലും മതി, ഞാൻ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ ഓരോ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും എനിക്കിതൊരു ഭയങ്കര മോട്ടിവേഷൻ പോലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് ഇടുക എന്ന്. പറ്റുന്നവരൊക്കെ ഒരു കുഞ്ഞ് കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഇനി 6ാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അടുത്ത് എപ്പോഴും കുറേ ആളുകൾ ഓടി വന്ന് മിണ്ടും. അതായത് ഒരു പരിചയമില്ല, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണ്. എന്നിരുന്നാലും അവർ ഓടി വന്നിട്ട് നിങ്ങളെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ചുറ്റും വന്ന് നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതുകൂടാതെ നിങ്ങളുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് അവർ താല്പര്യവും കാണിക്കും. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോൾ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുന്നൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. നിങ്ങൾ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് കസേരയൊക്കെ ഉണ്ട്. നിങ്ങളിരിക്കുന്നിടത്ത് മാത്രം കുറേ ആളുകൾ ഓടി വന്നിരിക്കുകയും നിങ്ങളോട് തിരിഞ്ഞും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അട്രാക്റ്റീവായത് കൊണ്ട് തന്നെയാണ്. വേറെ അവിടെ എത്ര കസേരയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഡെസ്കോ ബെഞ്ചോ എന്ത് കിടന്നാലും നിങ്ങളിരിക്കുന്നിടത്ത് മാത്രമായിട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിരുന്നിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അത്രയും ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ അത്രമാത്രം അട്രാക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് അട്രാക്റ്റീവാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു 6 സൈനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.